മിസ്റ്റേക്ക് നമ്പർ 1, ഹാവിങ് ഓൺലി വൺ ഇൻകം സ്ട്രീം. ഒരു മില്യനെയറായ വ്യക്തിക്ക് 7 ഇൻകം സ്ട്രീംസ് എങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രമേ ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടാവുള്ളൂ. ഒരൊറ്റ ഇൻകം സ്ട്രീം മാത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് കടത്തിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, അയാൾ ആവശ്യത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, അയാൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് അയാൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ഇൻകം സ്ട്രീം മാത്രമുള്ള ഒരു വ്യക്തി ഏൺ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്നായിരിക്കും. ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സാലറി അയാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മന്ത്ലി ബേസിസിലും, അതേസമയം അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്, മന്ത്ലി ബേസിസിലല്ല. എല്ലാ ദിവസവും അയാൾക്ക് ചിലവുകൾ ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും എല്ലാ രീതിയിൽ. അതൊരു പക്ഷേ അയാൾക്ക് ആവശ്യമുള്ള രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പോലുള്ള ഏരിയാസിലായിരിക്കാം. ഇതുപോലുള്ള ചിലവുകളെല്ലാം തന്നെ അയാൾ ഡെയിലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ലഭിക്കുന്ന മന്ത്ലി സാലറിയെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം എത്രത്തോളം ഏണിങ്സ് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അയാളുടെ ഒരു മാസത്തെ സാലറിയെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1000 രൂപയാണെന്നിരിക്കട്ടെ. അതായത് അയാളുടെ ഒരു ദിവസത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. എന്നാൽ അതേസമയം മാസത്തിൽ പല ദിവസങ്ങളിലും ഈ 1000 രൂപയിൽ കൂടുതൽ ചിലവ് അയാൾക്ക് നടത്തേണ്ടതായിട്ട് വരും. ഇത് എത്രത്തോളം തവണ കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം അയാൾ നഷ്ടത്തിലായിരിക്കും. നമ്മൾ സ്പെൻഡിങ് നടത്തുന്നത് ഡെയിലി ബേസിസിലായതുകൊണ്ട് തന്നെ ഒരാൾ ഡെയിലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മന്ത്ലി ഇൻകത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വലിയ നമ്പറായിരിക്കും കാണാനായിട്ട് സാധിക്കുക. എന്നാൽ ഈ വലിയ നമ്പർ യൂസ് ചെയ്യാനായിട്ട് നമുക്കുള്ളത് 30 ദിവസമാണ്. അതുകൊണ്ട് തന്നെ മന്ത്ലി ഇൻകത്തിലും അതുപോലെ തന്നെ ആനുവൽ ഇൻകത്തിലും നമ്മൾ കാണുന്ന വലിയ സംഖ്യയിൽ ഒരു ട്രാപ്പ് ഉണ്ട്. ഡെയിലി ബേസിസിലുണ്ടാകുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസ് മാത്രം മതി ഈ ഒരു വലിയ സംഖ്യയെ ബാധിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡെയിലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഡെയിലി ഇൻകം എത്ര തന്നെയായാലും അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ടും ശ്രമിക്കുക. ഇവിടെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ മാസാവസാനം നമുക്ക് സേവ് ചെയ്യാനായിട്ടൊന്നും ബാക്കിയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ലോങ് ടൈമിലേക്ക് നമുക്ക് ഈ പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെയിലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചത് 1000 രൂപയാണ്. ഭൂരിഭാഗം ആളുകളും ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനാണ് സാധ്യത. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ദിവസം കൊണ്ട് 1000 രൂപ ചിലവാകുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അത് വളരെ എളുപ്പത്തിൽ ചിലവായി പോകും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമായിട്ട് പൈസ ബാക്കിയുണ്ടായിരിക്കില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് ഒരൊറ്റ ഇൻകം സ്ട്രീം മാത്രമുള്ള സമയത്തായിരിക്കും. അതുമാത്രമല്ല, ഒരൊറ്റ ഇൻകം സ്ട്രീം മാത്രമുള്ള സമയത്ത് ഒരുപാട് റിസ്ക്കും ഇൻവോൾവ് ആണ്. ആ ഒരു ജോലി ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാവുകയാണെങ്കിൽ അയാൾ അവിടെ ഒരു പ്രശ്നത്തിലാവുകയാണ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല പാസീവ് ഇൻകം ഐഡിയാസ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മസ്റ്റായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 2, ഹാവിങ് ഓൺലി വൺ ബാങ്ക് അക്കൗണ്ട്. ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമുള്ള കണ്ടീഷനിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഇൻകം വരുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്രയെല്ലാം എക്സ്പെൻസസ് ഉണ്ടോ ആ എക്സ്പെൻസസ് എല്ലാം തന്നെ നടത്തുന്നതും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കും. എന്നാൽ അത് മാത്രം മതിയോ? നമ്മുടെ ഇൻകത്തിലും എക്സ്പെൻസിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ മണി മാനേജ്മെൻറ്റ്? നമുക്കൊരു എമർജൻസി ഫണ്ട് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് സേവിങ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം, ഇൻഷുറൻസ് എടുക്കണം. ഇതുപോലുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഇൻ കേസ് നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണ്, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് 6 മാസത്തോളം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ എമർജൻസി ഫണ്ട്. എന്നാൽ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് എത്രയെല്ലാം ഫണ്ടിങ് ഉണ്ടോ അതിൽ നിന്നെല്ലാം തന്നെ ചിലവുകളായിരിക്കും ഉണ്ടാവുക. എമർജൻസി ഫണ്ട് നമ്മുടെ ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. ഇതില്ലാത്ത കണ്ടീഷനിൽ ഒരു ആക്സിഡൻറ്റോ അതല്ലെങ്കിൽ ഒരു ഡിസീസോ മതി നമ്മുടെ ഫൈനാൻസ് കംപ്ലീറ്റ് ആയിട്ടും തകിടം മറിക്കാൻ. എന്താണെന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ലയബിലിറ്റിയാണ് ഉണ്ടാക്കുക. നമ്മളിതിനു മുൻപ് പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നു. നമ്മുടെ എമർജൻസി ഫണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വഴി. കാരണം എന്താ, 90% കേസിലും നമ്മുടെ എമർജൻസി ഫണ്ടിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിനായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു കവർ അത്യാവശ്യമാണ്. എന്നാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് പറഞ്ഞ് നമുക്ക് എമർജൻസി ഫണ്ടിനെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു എമർജൻസി ഫണ്ട് അത്യാവശ്യമാണ് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ. ഒരു സേവിങ്സ് അക്കൗണ്ടിലായിരിക്കണം നമ്മുടെ എമർജൻസി ഫണ്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. കാരണം എന്താ, നമുക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രയും പെട്ടെന്ന് ആ ഒരു പൈസ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു മാസത്തേക്ക് എത്രത്തോളം ചിലവുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തെ അക്കൗണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ടാമത്തെ അക്കൗണ്ടിലുള്ള എമൗണ്ട് വളരെയധികം കുറവായിരിക്കണം. ചിലവ് എത്രത്തോളം കുറയ്ക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം കുറയ്ക്കാം. കാരണം നമുക്ക് സേവിങ്സിലും ഇൻവെസ്റ്റിങ്ങിലും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. മിസ്റ്റേക്ക് നമ്പർ 3, ഇമ്പൾസ് ബൈയിങ്. നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിൽ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും നമുക്ക് കാണുന്നതെല്ലാം തന്നെ വാങ്ങാനായിട്ട് തോന്നുക എന്നുള്ളത്. മാമ്പഴം കാണുന്ന സമയത്തായിരിക്കും മാമ്പഴത്തിൻ്റെ രുചി ഓർമ്മ വരിക. അപ്പോൾ തന്നെ അത് വാങ്ങണം.
അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തതിൽ കൂടുതൽ വാങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇതിനെല്ലാം എന്താ കാരണമായിട്ടുള്ളത്? സൂപ്പർ മാർക്കറ്റിലെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. വൺ ആഫ്റ്റർ ദി അതർ. മാർക്കറ്റിങ്ങിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്, ജോ ദിക്ത ഹേ വോ ബിക്ത ഹേ. ഏതെല്ലാമാണോ നമ്മുടെ കണ്ണിന് മുന്നിലുള്ളത് അവയായിരിക്കും വിറ്റുപോകാൻ. ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ മാക്സിമം ആളുകളെ അത് കാണിക്കാനായിട്ട് സാധിക്കണം. ഒരുപാട് ആളുകളുടെ കണ്ണിന് മുന്നിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് വിറ്റുപോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെ ആക്ച്വലി ഈ മാർക്കറ്റേഴ്സ് എല്ലാം തന്നെ ഏത് ഫാക്ടറിലാണ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ആളുകളുടെ ഈ ഒരു ഇമ്പൾസ് ബൈയിങ് ആറ്റിറ്റ്യൂഡിൽ. ചെറിയ കുട്ടികളെ ഏതെങ്കിലും എല്ലാം കടയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടാനായിട്ടുണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമായിരിക്കും. എന്നാൽ അതേസമയം അവർക്ക് പൈസയെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രായമുള്ള ആളുകളുടെ കാര്യം എടുത്താലും അധികം വ്യത്യാസമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഈ പ്രായമുള്ള ആളുകൾക്ക് പൈസയെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട ആവശ്യമുണ്ട്, എങ്കിലും അവരുടെ ബൈയിങ് ഹാബിറ്റ് ഈ ഒരു ചെറിയ കുട്ടികളുടെ പോലെ തന്നെയായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും കാണുന്ന സമയത്തായിരിക്കും ആ ഒരു സാധനം വേണമെന്ന് തോന്നി തുടങ്ങുക. പിന്നീട് പൈസ പോലെ നോക്കാതെ അത് വാങ്ങുകയും ചെയ്യും. ഈ ഒരു ഇമ്പൾസ് ബൈയിങ് ഹാബിറ്റ് നമ്മൾ മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതലായിട്ടും പൈസ ചിലവാക്കേണ്ടത് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിനായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി ആ ഒരു പ്രോഡക്റ്റിന് മാസങ്ങളോ വർഷങ്ങളോ ലാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതൊരു സ്മാർട്ട് ബൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അതിന്മേൽ നമ്മൾ പൈസ ചിലവാക്കുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ചില പ്രോഡക്റ്റ്സ് കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ അതേസമയം ചില സമയങ്ങളിൽ അത് കുറച്ച് എക്സ്പെൻസീവും ആയിരിക്കാം. ജങ്ക് ഫുഡ്സ് എല്ലാം തന്നെ ഇതിന് എക്സാമ്പിളാണ്. ഇത് കോസ്റ്റ്ലിയാണ്, അൺഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. എന്നാൽ ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഈ ഒരു ഇമ്പൾസ് ബൈയിങ് ടെൻഡൻസിയെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യണം. മിസ്റ്റേക്ക് നമ്പർ 4, ഫോളോയിങ് ദ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീംസ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് വളരെ വലിയ റിട്ടേൺസ്. ഇത് കേൾക്കുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും. എന്നാൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ലോട്ടറി എടുക്കുകയാണ്, 10 രൂപയുടെ ലോട്ടറി ടിക്കറ്റ്. എന്നാൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് അയാൾക്ക് 10 കോടി വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ആക്ച്വലി സിറ്റുവേഷൻ എങ്ങനെയാണ്? വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് അയാൾക്ക് നടത്തേണ്ടതായിട്ട് വരുന്നത്, അതായത് 10 രൂപ. എന്നാൽ ഈ ഒരു 10 രൂപ യൂസ് ചെയ്തുകൊണ്ട് 10 കോടി വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇവിടെ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു റിട്ടേൺ. എന്നാൽ ഡിസഡ്വാൻറ്റേജ് എന്താ? അയാൾക്ക് ഇവിടെ വിൻ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അയാൾക്ക് 10 കോടി വിൻ ചെയ്യാനായിട്ടാണോ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്, അതോ 10 രൂപ ലൂസ് ചെയ്യാനായിട്ടാണോ? തീർച്ചയായിട്ടും 10 രൂപ ലൂസ് ചെയ്യാനായിട്ട് തന്നെയായിരിക്കും അയാളുടെ പ്രോബബിലിറ്റി കൂടുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി അവിടെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ ഏറ്റെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വലിയ റിട്ടേൺസിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി അവിടെ കുറയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ക്യാപിറ്റൽ അവിടെ മുഴുവനായിട്ടും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇതിൽ ഓപ്ഷൻസിൻ്റെ കാര്യം എടുക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, എങ്കിലും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ എടുക്കാം. ഈ ഓപ്ഷനെ നമുക്ക് ബൈ ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ സെല്ല് ചെയ്യാനും സാധിക്കും. ബൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3000 രൂപയാണ്. എന്നാൽ അതേസമയം സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരിക 1.5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നാൽ 3000 രൂപ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആയിട്ട് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത് ഈ ഒരു 3000 രൂപ മാത്രമായിരിക്കും. എന്നാൽ അതേസമയം റിട്ടേൺസ് ആയിട്ട് ലഭിക്കാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ലിമിറ്റഡ് റിസ്ക്കും അൺലിമിറ്റഡ് റിട്ടേണും. എന്നാൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 3000 രൂപ മാത്രമായിരിക്കും. എന്നാൽ അതേസമയം റിസ്ക് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു മാർജിൻ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ റിവാർഡ് വളരെയധികം ലിമിറ്റഡ് ആണ്, എന്നാൽ റിസ്ക് അൺലിമിറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓപ്ഷൻ ബൈയിങ്ങിൽ ലിമിറ്റഡ് റിസ്കിൽ അൺലിമിറ്റഡ് റിവാർഡാണ്. അതേസമയം ഓപ്ഷൻ സെല്ലിങ്ങിൽ ലിമിറ്റഡ് റിവാർഡേ ഉള്ളൂ, എന്നാൽ അൺലിമിറ്റഡ് റിസ്ക് ആണുള്ളത്. ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ് വളരെയധികം കളർഫുള്ളായിട്ട് തോന്നും. കാരണം കുറഞ്ഞ റിസ്കിൽ കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ലഭിക്കുകയാണ് ഇവിടെ. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ടും വിൻ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലേഴ്സാണ്, ബയ്യേഴ്സ് അല്ല. എന്ന് വെച്ചാൽ ഭൂരിഭാഗം സമയങ്ങളിലും ഓപ്ഷൻ ബയ്യേഴ്സിന് പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഓപ്ഷൻ സെല്ലേഴ്സാണ് വിൻ ചെയ്യുന്നത്. ഇതിന് കാരണം എന്താ? നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെ, വിന്നിങ് പ്രോബബിലിറ്റി. ഓപ്ഷൻ ബയ്യേഴ്സിന് വിന്നിങ് പ്രോബബിലിറ്റി വളരെയധികം കുറവാണ്, നേരത്തെ നമ്മൾ ലോട്ടറി എടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ. എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് അൺലിമിറ്റഡ് റിസ്ക് ഉണ്ടെങ്കിൽ കൂടി വിന്നിങ് പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതലായിട്ടും വിൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് കൂടുതൽ മാർജിൻ ആവശ്യമാണ്. അതായത് ഇതെല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഈ മാർജിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് പിന്നീട് പറയാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ എന്തുകൊണ്ടാണ് 100 രൂപയുടെ ഒരു ലോട്ടറി ടിക്കറ്റിന് മേൽ 10 കോടിയോളം നൽകാനായിട്ട് അവർ തയ്യാറാവുന്നത്?
കാരണം വിന്നിങ് പ്രോബബിലിറ്റി അവർക്ക് തന്നെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ആ ഒരു ബിസിനസ് നടത്തുന്നത് തന്നെ. എന്നാൽ അതേസമയം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. കാരണം എന്താ? കാരണം അവർക്ക് വിജയിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവുള്ള ഏതെങ്കിലും ഫീൽഡിലായിരിക്കും അവർ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. വിന്നിങ് പ്രോബബിലിറ്റി കുറയുന്നതാണ് ആളുകൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ കാരണം. എന്നാൽ അതേസമയം ആ ഒരു പ്രോസസ്സിൽ അയാളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടുകയും ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 5, ഇഷ്യൂസ് വിത്ത് ഫൈനാൻഷ്യൽ സ്ട്രെസ്. ഫൈനാൻഷ്യൽ സ്ട്രെസ് എന്നുള്ള ടോപ്പിക്ക് ഒരിക്കലും ഒഴിവാക്കേണ്ട ഒന്നല്ല. കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് കൂടുതൽ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ വയസ്സാവുന്നതോറും പ്രോസസ്സ് കൂടുതൽ ബുദ്ധിമുട്ടായി വരിക മാത്രമല്ല, നമ്മുടെ എക്സ്പെൻസ് കൂടുകയും ചെയ്യും. അന്നേരം കൂടുതൽ പൈസ നമ്മുടെ സേവിങ്സിൽ ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മളൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ്സിലോട്ട് പോവുക. ഇതിനർത്ഥം യങ്സ്റ്റേഴ്സിന് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല എന്നല്ല, എങ്കിലും അവർക്കത് മറികടക്കാനായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. യങ്സ്റ്റേഴ്സിന് കൂടുതൽ കോംപ്ലിക്കേഷനായിട്ട് വരാൻ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഫൈനാൻഷ്യൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഒരു എക്കണോമിക് ക്രൈസിസിൽ തന്നെയാണ്. നമ്മൾ ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും റിക്കവർ ചെയ്തിട്ടില്ല. എത്രത്തോളം ഈ ഒരു ക്രൈസിസ് ലാസ്റ്റ് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും എല്ലാം ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. അവർക്ക് കൂട്ടായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒരുപാട് രീതിയിലുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരാൾക്ക് കടങ്ങൾ കൂടിക്കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻസിലൂടെയും ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഇനി അതല്ല, ഇതിലുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഒരുമിച്ച് അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ള മറ്റു പല സോഴ്സസിനും സിമിലറായിട്ട് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് മെൻ്റൽ ഡിഫിക്കൽട്ടീസും ഫിസിക്കൽ ഡിഫിക്കൽട്ടീസും റിലേഷൻഷിപ്സ് പ്രോബ്ലംസും എല്ലാം ഉണ്ടാവും. ഇത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവലിൽ ലോ ആവുകയും ചെയ്യും. ഇതുകൊണ്ടെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസും ഉണ്ടാവും. ദേഷ്യം, പേടി, നാണക്കേട്, ഒരുപാട് അടുത്തുള്ള ആളുകളുമായി ഇതിനെക്കുറിച്ച് ആർഗ്യുമെൻറ്റ്സ്, ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് തീരും. ഇതുകൊണ്ടെല്ലാം തന്നെ നമ്മുടെ ടെൻഷൻ കൂടുകയും പിന്നീട് ഡിപ്രഷനും ആങ്സൈറ്റിക്കും കാരണമാവുകയും ചെയ്യും. ചില ആളുകൾ ഡ്രിങ്കിങ്, സ്മോക്കിങ് തുടങ്ങിയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. ചിലർ ഗാംബിൾ ചെയ്തുകൊണ്ട് പൈസ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് കൂടുതൽ പൈസ നഷ്ടപ്പെടുത്തും. ചില കേസിൽ സൂയിസൈഡൽ തോട്ട്സ് വരെ ഉണ്ടാവാം. ഫൈനാൻഷ്യൽ ട്രബിൾ കൊണ്ട് ഏറ്റവും കൂടുതൽ വേഴ്സൺ ചെയ്യുക മെൻ്റൽ ഡിഫിക്കൽട്ടീസ് തന്നെയാണ്. ഈ മെൻ്റൽ ഡിഫിക്കൽട്ടീസ് കാരണം പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പാകത്തിനുള്ളതായിരിക്കണമെന്നില്ല. ഇതേ കാരണം കൊണ്ട് തന്നെ കണ്ടീഷൻ വീണ്ടും മോശമാവും. അന്നേരം മെൻ്റൽ ഡിഫിക്കൽട്ടീസ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ കണ്ടിന്യൂ ചെയ്യും. ഫൈനാൻഷ്യൽ ട്രബിൾസ് മൂലം ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒരുപാടാണ്. എന്നാൽ അതേസമയം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഇതിന് ഒരുപാട് സൊല്യൂഷൻസും ഉണ്ട്. ആളുകൾ ഇതിനു മുൻപ് നേരിടാത്ത ഒരു പ്രശ്നമല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട്. മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ഒരുപാട് കേടുപാടുകൾ പറ്റും. എത്രത്തോളം ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിലൂടെയാണോ അത് യൂസ് ചെയ്യുന്നത്, അത്രത്തോളം അതിന് റിപ്പയറിങ്ങും കൂടും. കാരണം അതിന് ഒരുപാട് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതേസമയം മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. എത്രത്തോളം ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിലൂടെയാണോ മനുഷ്യർ കടന്നു പോകുന്നത്, അത്രത്തോളം അവർ സ്ട്രോങ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണങ്ങളാൽ ആരെങ്കിലും എല്ലാം ഒരു ഫൈനാൻഷ്യൽ ട്രബിൾ അനുഭവിക്കുകയാണെങ്കിൽ, അതൊരു പക്ഷേ കടങ്ങൾ മൂലമായിരിക്കാം, അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ ഒരാളെ കൂടുതൽ പുഷ് ചെയ്യുകയുള്ളൂ. കാരണം എന്താണെന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ മണി എന്ന സബ്ജക്റ്റിൽ കൂടുതൽ പ്രൈഡ് ഇൻവോൾവാണ്. ഒരാൾക്ക് തൻ്റെ ഫാമിലിയെ പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് സ്വയം ഗിൽറ്റ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഗിൽറ്റ് ഫീൽ വരുന്നത്? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രൈഡ് തന്നെയാണ്. അതില്ലെങ്കിൽ ആ ഒരു ഫീൽ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസിൽ നിന്നൊന്നും തന്നെ ഹൈഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പകരം അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യുക. ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്താണെന്ന് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊരു പക്ഷേ ഇൻകം കുറഞ്ഞതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളെക്കുറിച്ചായിരിക്കാം നമ്മുടെ ഈ ആങ്സൈറ്റി എല്ലാം. എന്ത് തന്നെയായാലും അതിനെല്ലാം തന്നെ സെപ്പറേറ്റ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടീഷനിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം തേടാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം പ്ലാൻസ് എല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. പതുക്കെയാണെങ്കിലും അതിനെല്ലാം തന്നെ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രസ് എല്ലാം തന്നെ നന്നായി മോണിറ്റർ ചെയ്യുക.
കാരണം ശരിക്കുള്ള ലേണിംഗ് ഫേസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പ്ലാൻസ് എത്രത്തോളം പെർഫെക്റ്റ് ആണെങ്കിലും പലപ്പോഴും ഫെയിലായെന്നിരിക്കും. എങ്കിലും നമ്മളെല്ലാം തന്നെ മനുഷ്യരാണ്. ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മണി മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഡിസിപ്ലിൻ്റെ കുറവുണ്ടാകുന്ന സമയത്താണ് നമ്മളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു തവണ ആ ഒരു സ്റ്റേജ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് ഇൻകം വരുന്നതെന്നും ഏതെല്ലാം സോഴ്സിലൂടെയാണ് എക്സ്പെൻസ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഓവർനൈറ്റ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളത്. അതിന് കുറച്ച് സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് പ്ലാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. ഇതുപോലെ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, വളരെ മോശം മെൻ്റൽ ഹെൽത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ നേരിടുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. മണി മേക്കിങ്ങിൽ സൈക്കോളജി നല്ലൊരു പാട്ട് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ മറ്റുള്ള ആളുകൾ ഏതെല്ലാം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു കണ്ടീഷനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. എന്നാൽ അതിനുവേണ്ടി നമ്മുടെ സൈക്കോളജിയെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രം. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. Take care.